ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ജനകീയ വിപ്ലവങ്ങളായിട്ടുള്ള 5 വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ആ 5 വിപ്ലവങ്ങൾ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം എന്നിവ. അവയെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഫസ്റ്റ് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യമാണ്. 18-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. ഇതിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് എന്ന വ്യക്തിയായിരുന്നു. ആരാണ് രൂപം നൽകിയത്? ജെയിംസ് ഓട്ടിസ് എന്ന വ്യക്തി. ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് സ്വാതന്ത്ര്യവും ഭരണ പങ്കാളിത്തവുമാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത്, ഈ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നു. അതിനിടയാക്കിയ സാഹചര്യം 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. ഒരു ഭാഗത്ത് കോളനിവൽക്കരണം വന്നാൽ നമുക്ക് അവിടുന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചൂഷണത്തിന് വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് കോളനിവൽക്കരണം നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പൊ ഇവിടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചൂഷണം ചെയ്യുകയായിരുന്നു. വിഭവങ്ങൾ കൈയടക്കി അവരെ ചൂഷണം ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഇവിടുത്തെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ടും ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടുമാണ് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയിരുന്നത്. അവരുടെ മാതൃരാജ്യം പറയുന്നത് ഇംഗ്ലണ്ടാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണ് മെർക്കന്റലിസം. മെർക്കന്റലിസത്തിന്റെ ഭാഗമായിട്ട് നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. പ്രധാനമായിട്ടും 5 നിയമങ്ങളാണ് നടപ്പിലാക്കിയത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. രണ്ടാമത്തേത്, കോളനികളിൽ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. മൂന്നാമത്തേത്, കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. ഏതൊക്കെയാണ്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. നാലാമത്തേത്, കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അതായത് അവരുടെ സൈന്യത്തിന് വേണ്ടിയിട്ടുള്ള താമസ സ്ഥലം കോളനിക്കാർ നൽകണം, അത്യാവശ്യ സൗകര്യങ്ങളും നൽകണം. അഞ്ചാമത്തേത്, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഏതൊക്കെ നൽകേണ്ടത്? തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ചുരുക്കി പറഞ്ഞ, കോളനിവാസികളെ അടിമകളാക്കി കണ്ട് പരമാവധി ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള നിയമങ്ങളായിരുന്നു അവ. ഇത് അവരെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാരുടെ ഈ കടുത്ത ചൂഷണത്തിനെതിരെ പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങളും കൂടി കോളനിക്കാർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജോൺ ലോക്കിന്റെ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നതും, തോമസ് പെയിനിന്റെ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര അഥവാ വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതില്ല എന്നതും അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ 2 വ്യക്തികളുടെ ആശയങ്ങളാണ് അവരെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത്. അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതെന്താന്ന് നമുക്ക് നോക്കാം.
ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി 1773 ഡിസംബർ 16, അതായത് 1773 ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ, ഇവിടുത്തെ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ട ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിന്റെ ഈ ചൂഷണാത്മകമായ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഏതാ വർഷം 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇംഗ്ലണ്ടിന്റെ ഈ ചൂഷണാത്മകമായ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തുടർ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനിയിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ഈ നിവേദനത്തെ തള്ളിയിട്ട് ജനങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ അയക്കുകയാണ് ചെയ്തത്. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിവെച്ചു. ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിനാണ് വഴിവെച്ചത്. 1775 ഫിലാഡൽഫിയയിൽ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം എന്ന് പറയുന്നത് 1775 ഫിലാഡൽഫിയയിൽ. ഇതൊക്കെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഇതിന്റെ ഭാഗമായിട്ട് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തു. ജോർജ് വാഷിങ്ടണിനെയാണ് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത്. ഇതേ സമയം തോമസ് പെയിൻ എന്ന വ്യക്തി തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. ആരാണ് പറഞ്ഞത്? തോമസ് പെയിൻ എന്ന വ്യക്തി തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെയാണ് പറഞ്ഞത്. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റാണിത്. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയെന്നറിയോ? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരൊക്കെ? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ആ പ്രഖ്യാപനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നീ അവകാശങ്ങൾ എല്ലാ ജനങ്ങൾക്കുണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. അഥവാ ഭരണകൂടം ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ അതിൽ അവരെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. തുടങ്ങിയ വർഷം ഏതായിരുന്നു?
യുദ്ധം അവസാനിച്ച വർഷം എന്ന് പറയുന്നത് 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. വർഷം 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് ഭരണഘടന തയ്യാറാക്കി. ഈ സ്ഥലങ്ങളും പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായി ഭരണഘടന തയ്യാറാക്കി. ആരുടെ നേതൃത്വത്തിലാണ് ഭരണഘടന തയ്യാറാക്കിയതെന്ന് ഒന്നുകൂടി പറയാം നമുക്ക്. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുത്തു. അമേരിക്കയിൽ നിലനിന്നിരുന്ന ചൂഷണാത്മകവും അടിമത്തപരവുമായ നിലവിലെ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിലൂടെ അവർക്ക് കഴിഞ്ഞു. പിൽക്കാലത്തുണ്ടായ ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അതുമൂലം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഇതൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊണ്ട് മുന്നോട്ട് വന്ന സ്വാതന്ത്ര്യ സമരം കൊണ്ട് അവർ നേടിയെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബാക്കി അടുത്ത ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ